الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ തന്റെ മകനായ അബുൽ ഖാസിമിന് എഴുതിയ നസീഹത്താണ്. മകൻ തൊലബുൽ ഇൽമിൽ നിന്നും അതുപോലെ ദീനിൽ നിന്നും അശ്രദ്ധമായി മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഇൽമു നേടുന്നതിന്റെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെയും ഫള് അറിയിച്ചുകൊണ്ട്, പ്രാധാന്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് ഇത്. കഴിഞ്ഞ ഭാഗം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് മകനോട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, നീ രാവിലെ എഴുന്നേറ്റാൽ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ദുഹാന്റെ സമയത്ത് അഥവാ ഫജ്ർ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ 8 റക്അത്ത് സാധിക്കുമെങ്കിൽ അതല്ലെങ്കിൽ എത്രയാണോ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, ഫൈദാ അഅദ്ത ദർസക ഇലാ വഖ്തി ദുഹാ അലഅലാ ഫസല്ലി ദുഹാ 8 റക്അത്ത്. നീ അങ്ങനെ നിന്റെ ദർസ് പഠനവുമായി ബന്ധപ്പെട്ടത് മുറാജ ചെയ്യുകയാണ്. അത് ദുഹാ സമയത്തോളം. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞത് ഇഷ്റാഖിന്റെ സമയമാണ് നേരത്തെ പറഞ്ഞത്, സൂര്യൻ ഉദിക്കുന്ന സമയം എന്നുള്ളത്. പിന്നീട് ദുഹ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉയർന്നിട്ടുള്ള സമയത്തിനാണ് ദുഹ എന്ന് ഒന്നുകൂടി പ്രത്യേകം വേർതിരിച്ച് പറയുന്നത്. അപ്പൊ ആ സമയം വരെ നീ എന്തു ചെയ്യുക? നിന്റെ പാഠങ്ങൾ മുറാജ ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, വീണ്ടും നീ ദുഹാ നിസ്കാരം റക്അത്തുകൾ ദുഹാ നിസ്കരിക്കുക. ثم تشاغل بمطالعة أو نسخ إلى وقت العصر. എന്നിട്ട് മകനോട് പറയുകയാണ്, പിന്നെ നീ നിന്റെ പഠനത്തിലും അതുപോലെ പഠിച്ച കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നതിലും അസ്ർ വരെ നീ അതിൽ മുഴുകുക. ثم عد إلى درسك من بعد العصر إلى وقت المغرب. പിന്നെ വീണ്ടും നീ നിന്റെ പഠനത്തിലേക്കും അതിനെ പുനഃപരിശോധിക്കുന്നതിലേക്കും മടങ്ങുക. ഏതുവരെ? മഗ്രിബ് വരെ. بعد المغرب وصلي وقت المغرب وصلي مغرب നിസ്കരിക്കുക. بعد المغرب ركعتين بجزئين. മഗ്രിബിന് ശേഷം നീ 2 റക്അത്ത് വീതം നിസ്കരിക്കുക. ഖുർആനിലെ 2 ജുസ് പാരായണം ചെയ്തുകൊണ്ട് 2 റക്അത്ത് വീതം നിസ്കരിക്കുക. فإذا صليت العشاء, അങ്ങനെ ഇശാ നിസ്കരിച്ചാൽ فعد على دروسك ثم التجع على شقك الأيمن. നീ ഒന്നുകൂടിയും നിന്റെ പാഠങ്ങൾ, നീ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടിയും അതിലേക്ക് മടങ്ങുകയും പിന്നെ നിന്റെ വലതു ഭാഗം ചെരിഞ്ഞുകൊണ്ട് നീ കിടക്കുക. ഇശായിന് ശേഷം കിടക്കുക. فسبح 33 واحمد 33 وكبر 34. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 34 അല്ലാഹു അക്ബറും നീ പറയുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലുക എന്ന ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്. വഖുൽ, എന്നിട്ട് നീ പറയുക, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തജ്മഉ ഇബാദക. അല്ലാഹുവേ, അടിമകളെ നീ ഒരുമിപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുക. പല ആളുകൾക്കും അറിയാത്ത ഒരു ദിക്റാണിത്. സ്വഹീഹായി വന്നിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുള്ള മുസ്നദ് അഹ്മദിലെ ഹദീസ് വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടക്കുമ്പോൾ ഈ ദുആ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തജ്മഉ ഇബാദക എന്നത്. അങ്ങനെ പറയുക. വഇദാ ഫതഹ്ത ഐനൈക മിനൻ നൗം, അങ്ങനെ ഉറക്കത്തിൽ നിന്ന് നീ നിന്റെ കണ്ണ് തുറന്നാൽ ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന നഫ്സ ഖദ് അഖദത് ഹദ്ദഹാ, നഫ്സിന് അതിന്റെ ഉറക്കം മതിയായിട്ടുണ്ട് മനസ്സിലാക്കുക. പല ആളുകൾക്കും മനസ്സിലാകാത്തൊരു കാര്യമാണിത്. എത്രയാണ് ഞാൻ ഉറങ്ങേണ്ടത്, എന്റെ ശരീരത്തിന് എത്ര ഉറക്കം ആവശ്യമുണ്ട് എന്നുള്ളത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത്, നീ നല്ലൊരു സമയത്ത് ഇശായിന് ശേഷം നല്ല ആദ്യ സമയത്ത് തന്നെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ നഫ്സിന് ഉറക്കം മതിയായി എന്ന സമയം ഉറക്കത്തിൽ നീ കണ്ണുറക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും രാവിലെ കണ്ണുറക്കണമല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലരും എന്തുണ്ടാവും, ഉറക്കത്തിൽ നിന്ന് കണ്ണുറക്കുന്ന ഒരു സമയം ഉണ്ടാവും. അതായത് ബോധം തിരിച്ചു കിട്ടുന്ന ഒരു സമയം. നമുക്കറിയുണ്ടാവും ഞാൻ കണ്ണ് തുറന്നിട്ടുണ്ട്,
പിന്നെ നമ്മൾ സമയം നോക്കുമ്പോൾ ഇനി ഉറങ്ങാനുള്ള സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ ഉറങ്ങും. പക്ഷെ ആ ആദ്യത്തെ കണ്ണു തുറക്കലുണ്ടല്ലോ, അതായത് വേറെ ശബ്ദം കേട്ടിട്ടോ ശല്യം കേട്ടിട്ടോ അല്ല, സാധാരണഗതിയിൽ നാം ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്ന സമയം നമ്മുടെ നഫ്സിന് മതിയായ ഉറക്കായിട്ടുണ്ട് എന്നാണ്. ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 2 മണിക്കൂറാവും, ചിലപ്പോൾ ക്ഷീണമുള്ള ജോലിയുള്ള ആളാണെങ്കിൽ കൂടുതൽ സമയമായിരിക്കും. അപ്പോ ആ കണ്ണു തുറക്കുന്ന സമയത്ത് നീ മനസ്സിലാക്കണം, നിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം ആയിട്ടുണ്ട്. ഇനിയുള്ള ഉറക്കം എന്താണ്? ഫദ്ലത്താണ്, അത് കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ ആ കണ്ണു തുറന്നാൽ നീ മനസ്സിലാക്കുക, നിന്റെ നഫ്സിന് ആവശ്യമായ ഉറക്കായിട്ടുണ്ട്. ഫഖും ഇലൽ വുദൂഇ, നീ വുദു എടുക്കുക. വസല്ലി ഫീ ളലാമിൽ ലൈലി മാ അംകന, നിനക്ക് സാധിക്കുന്ന പോലെ രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കുക. വസ്തഫ്തിഹ് ബിറക്അതൈൻ ഖഫീഫതൈൻ, 2 ലഘുവായ റക്അത്ത് കൊണ്ട്, ലഘുവായത് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൂടുതലോ പാരായണം ചെയ്യാതെയോ സുജൂദ് ദൈർഘിപ്പിക്കാതെയോ ലഘുവായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ثم بعدهما, അതിനുശേഷം റക്അതൈൻ ബിജുസ്ഐൻ മിനൽ ഖുർആൻ, പിന്നെ 2 റക്അത്തോ അല്ലെങ്കിൽ ഈ 2 റക്അത്തുകളായിട്ട് വീണ്ടും ഖുർആനിലെ 2 ജുസ് കൊണ്ട് നീ രാത്രി നിസ്കരിക്കുക. 2 ജുസ് പാരായണം ചെയ്ത് രാത്രി നിസ്കരിക്കുക. ثم تعود الى درس العلم, വീണ്ടും നീ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, നിന്റെ പഠനത്തിലേക്ക് മടങ്ങുക. فإن العلم أفضل من كل نافلة, എല്ലാവിധ നഫ്ലായ കർമ്മങ്ങളെ തൊട്ടും ഉത്തമമാണ് ഇൽമ് എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത്. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. പൊതുവെ ഹംബലികൾ അഥവാ ഹംബലി മദ്ഹബിനെ പിൻപറ്റുന്ന പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നത് രാത്രി നിസ്കാരത്തെക്കാളും സുന്നത്തായ നോമ്പിനേക്കാളും അഫ്ളൽ ഏതാണ്? ഇൽമ് നേടലാണ്. മറ്റു ചില പണ്ഡിതന്മാർ അല്ല, ഓരോന്നിനും ഓരോ അതിന്റേതായ ഖദറുണ്ട്, അതുകൊണ്ട് അതൊരു നല്ല രീതിയിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈർ. പൊതുവെ ഹംബലികൾ പറയുന്ന പണ്ഡിതന്മാർ പറയാറുള്ളത് എല്ലാ നഫിലിനേക്കാൾ ഉത്തമം ഇൽമു തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ചില പണ്ഡിതന്മാർ കർമ്മങ്ങളും ഇതുകൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ മകനോട് ഒരു ദിവസം നിന്റെ എങ്ങനെയായിരിക്കണം, ഒരു ത്വാലിബിന്റെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് ലഘുവായിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് വീണ്ടും മകനോട് പറയുന്നു, വഅലൈക ബിൽ ഉസ്ല, നിനക്ക് ഉസ്ലത്ത് ഉണ്ടായിരിക്കണം. ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുമായിട്ട് വല്ലാതെ ഇടപഴകാതെ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങൾ നിനക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഷെറിന്റെ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗഫ്ലത്തിന്റെ ആളുകളിൽ നിന്ന് മാറി നീ ഒറ്റക്കാകുന്ന, വല്ലാതെ ആളുകളുമായിട്ട് കൂടിക്കലരുന്ന അവസ്ഥ എനിക്കുണ്ടാവരുത്. ഫഹിയ അസ്ലു കുല്ലി ഖൈരിൻ, ഉസ്ലത്ത് എന്നുള്ളത് എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനമാണ്. നന്മയുടെ ആളുകളുമായിട്ടല്ല, ഷെറിന്റെയും ഗഫ്ലത്തിന്റെയും അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിരിക്കുന്ന ആളുകളുടെ ഒപ്പം കൂടിയിട്ട് സമയം കളയാതെ നീ ഒറ്റയ്ക്ക് നിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാവുക. അതെല്ലാ ഖൈറിന്റെയും അസ്ലാണ്. വഹ്ദർ മിൻ ജലീസി സൂ, മോശപ്പെട്ട ആളുകളോടൊപ്പം ഇരിക്കുന്നത് നീ സൂക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർ ആരാണോ അതനുസരിച്ച് നമ്മുടെ ദീനിൽ പല മാറ്റങ്ങളും വരും. ദുനിയാവിന്റെ സംസാരങ്ങൾ മുഴുകുന്ന ആളുകളുടെ ഒപ്പമാണോ നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ദീനിന്റെ ഈമാനിന്റെ എന്തെങ്കിലും അവരെടുക്കും. നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് വിഷയത്തിലുള്ളതാണെങ്കിലും ചെറുപ്പം മുതലേ നമ്മോടൊപ്പമുള്ളവരാണ്. നമ്മൾ പിന്നീട് ദീനൊക്കെ മനസ്സിലാക്കി ഈമാനൊക്കെ മനസ്സിലാക്കി മാറി, എന്നാൽ അവരോടുള്ള സുബന്ധം ഒഴിവാക്കാൻ പറ്റുന്നില്ല, അവരോടൊപ്പം സമയം ചെലവഴിക്കും. ഇത് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ ഈമാൻ ഒരു ചോർച്ചയെടുക്കും, നമുക്ക് നഷ്ടപ്പെടും. മോശപ്പെട്ട കൂട്ടുകാരെ സൂക്ഷിക്കുക, അതുപോലെ സദസ്സിനെ സൂക്ഷിക്കുക. നിന്റെ കൂട്ടുകാർ, നീ ഇരിക്കുന്ന സദസ്സ് എന്തായിരിക്കണം? കിതാബുകളായിരിക്കണം. എന്തിന്റെ കിതാബുകൾ? സലഫുകളുടെ ചരിത്രങ്ങൾ പറയുന്ന കിതാബുകൾ, സലഫുകളുടെ ചരിത്രങ്ങൾ പരാമർശിക്കുന്ന കിതാബുകളോടൊപ്പം നീ ഇരിക്കണം. ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ തന്നെ സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവ സലഫുകളുടെ ചരിത്രത്തിനോടൊപ്പം ഇരിക്കുമ്പോഴാണ് നമ്മുടെ വില നമുക്ക് മനസ്സിലാവുക. അതായത് എത്ര തരം താഴ്ന്നതാണ് എന്നുള്ളത്, എത്രത്തോളം നിസ്സാരരാണ് നമ്മൾ. നമുക്ക് ചിലപ്പോൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്കൊന്നും ഞാൻ വലിയൊരാളായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി തോന്നും. പക്ഷെ സലഫുകളുടെ കിതാബുകൾ, അവരുടെ സീറ, അവരുടെ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥ എത്രത്തോളം നാം പിന്നിലാണെന്ന് മനസ്സിലാക്കുക. നിന്റെ കൂട്ടുകാർ സലഫുകളുടെ ചരിത്രങ്ങളായിരിക്കണം. വലാ തശ്തഗിൽ ബിഇൽമിൻ ഹത്താ തുഹ്കിമ മാ ഖബ്ലഹു, നീ മറ്റൊരു ഇൽമിലേക്ക് കടക്കരുത്. നീ പഠിച്ചിട്ടുള്ള ഒരു ഇൽമ് അത് ശരിക്കുറപ്പിക്കാതെ, അഥവാ ഒരു അറിവിനെ കുറിച്ചിട്ട് അവിടെ ഇവിടെയും തൊട്ടിട്ട് വേറൊന്നും പഠിക്കുകയല്ല വേണ്ടത്. നീ പഠിച്ചിട്ടുള്ള ഒരെണ്ണം അത് ശരിയായ രീതിയിൽ പഠിച്ചിട്ടായിരിക്കണം അടുത്തയിലേക്ക് കിടക്കേണ്ടത്. നീ ശ്രദ്ധിച്ചു നോക്കുക, ചരിത്രങ്ങൾ പഠിക്കുക,
അറിവിലും കർമ്മത്തിലും പൂർണ്ണത നേടിയ ആളുകളുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളും പാഠങ്ങളും എല്ലാം നോക്കുക. വലാ തഖ്ന ബിദ്ദൂൻ, അതല്ലാതെ മറ്റൊന്നും നിനക്ക് മതിയാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതായത് പൂർണ്ണത നേടിയ ആളുകളെ ചരിത്രം പഠിച്ചിട്ട് അതുപോലെ എത്തണം, അതേ എനിക്ക് മതിയാവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തണം. അതിന് താഴെ ഒരു അവസ്ഥയിൽ നമ്മളാകാൻ പാടില്ല. ഫഖദ് ഖാല അശ്ശാഇർ, ഒരു കവി പറഞ്ഞു, വലം അറ ഫീ ഉയൂബിൻ നാസി ശൈഅൻ കനഖ്സിൽ ഖാദിരീന അല തമാമി, ജനങ്ങളുടെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നില്ല എന്തല്ലാതെ പൂർണ്ണത നേടാൻ സാധിച്ചിട്ടും കഴിവുണ്ടായിട്ടും കുറഞ്ഞതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നത്. വഅലം, മോനീ മനസ്സിലാക്കണം, അന്നൽ ഇൽമ യർഫഉൽ അറാദില, ഇൽമ് എന്നുള്ളത് ഏറ്റവും താഴ്ന്ന ഘടയിലുള്ള ആളുകൾ, താഴ്ന്ന നിലയിലുള്ള ആളുകളെ ഉയർത്തും. فقد كان خلق كثير من العلماء لا نسب لهم يذكر ولا صورة تستحسن, വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ അവർക്ക് പറയപ്പെടാവുന്ന കുടുംബ പരമ്പരയോ സൗന്ദര്യമോ ഇല്ലാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരായിട്ട്. എന്നിട്ട് പറയാണ്, വകാന അതാ ഇബ്നു അബി റബാഹ്, താബിഈങ്ങളിൽ പെട്ട വലിയ പണ്ഡിതനാണ് മദീനയിൽ ഉണ്ടായിരുന്ന അതാ ഇബ്നു അബി റബാഹ്, അസ്വദൽ ലൗനി മുസ്തവഹിശൽ ഖിൽഖ, കറുത്ത നിറമാണ്. രൂപം എന്ന് പറഞ്ഞാൽ വികൃതമായ രൂപമായിരുന്നു. കഴുത്തൊക്കെ പെരടിയൊന്നും അധികമല്ലാതെ പിന്നെ കുട്ടികൾ കളിയാക്കുമായിരുന്നു. അതാ ഇബ്നു അബി റബാഹിനെ കളിയാക്കുമായിരുന്നു. അങ്ങനെ വികൃതമായ രൂപമായിരുന്നു. വജാഅ ഇലൈഹി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, അന്ന് ഖലീഫയായിരുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, വഹുവ ഖലീഫ വമഅഹു വലദാഹ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും കൂടി അതാ ഇബ്നു അബി റബാഹിന്റെ അടുത്ത് വന്നു. ഫജലസു, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് യസ്അലൂനഹു അനിൽ മനാസിക്, ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് നിയമങ്ങളെ കുറിച്ച് ചോദിച്ചു. ഫഹദ്ദതഹും, അപ്പോ അതാ ഇബ്നു അബി റബാഹ് പറഞ്ഞു കൊടുത്തു. വഹുവ മുഅരിദുൻ അൻഹും ബിവജ്ഹിഹി, ഭരണാധികാരികളാണ്, ഖലീഫകളാണ്, അവരുടെ മുഖത്തേക്ക് വല്ലാതെ നോക്കാതെ മനാസികൾ പറഞ്ഞു കൊടുത്തു. ഫഖാലൽ ഖലീഫത്തു ലിവലദൈഹി, ഖലീഫ രണ്ട് മക്കളോടുമായിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഖൂമാ, എഴുന്നേൽക്ക്, വലാ തനിയ വലാ തകാസല ഫീ തലബിൽ ഇൽം, ഇൽമ് നേടുന്നതിൽ പിന്നോട്ടാവരുത്, മടി കാണിക്കരുത്. ഫമാ അൻസാ ദുല്ലനാ ബൈന യദൈ ഹാദൽ അബ്ദിൽ അസ്വദ്, ഈ കറുത്ത അടിമയുടെ മുമ്പിൽ നമ്മൾ അനുഭവിച്ച നിന്യത നിങ്ങൾ മറന്നു പോകരുത്. കാരണം അദ്ദേഹം അടിമയാണ്. ആ അടിമയുടെ കൂരക്കകത്ത് പോയിട്ടാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായിട്ടുള്ള രാജകൊട്ടാരത്തിലെ രാജാവും മക്കളും കൂടിയിട്ട് ഹജ്ജിന്റെ മനാസിക് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇൽമ് ഏറ്റവും താഴ്ന്ന ഘടയിൽ മറ്റെന്തിനെ കൊണ്ടും, കുടുംബം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ എന്തിനെ കൊണ്ടും താഴ്ന്ന ആളുകളെ ഉയർത്തും, അവരെ നല്ല ഉയർത്തും. അള്ളാഹു പറഞ്ഞത്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഉന്നതിയിൽ ഉയർത്തും. എന്നിട്ട് പറയാണ്, വകാനൽ ഹസൻ മൗല, ബസറയിലെ അറിയപ്പെട്ട പണ്ഡിതായിരുന്ന ഹസൻ ബസരി റഹിമഹുല്ലാ ഇമാമാണ്. അദ്ദേഹം മൗലയായിരുന്നു. മൗല എന്ന് പറഞ്ഞാൽ മുസലമ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് ഹസൻ ബസരി വളരുന്നത്. മൗല എന്ന് പറഞ്ഞാൽ അടിമയുള്ള ആളെ മോചിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ടും യജമാനന്റെ ഒപ്പം നിൽക്കുന്നതിനാണ് എന്ത് പറയാ, മൗല എന്ന് പറയാ. അടിമയായിരുന്നു. ഐ മംലൂക്കൻ, അടിമ എന്നുള്ള അർത്ഥത്തിൽ. വബ്നു സീരീൻ വമഖ്ഹൂൽ, ഇവരൊക്കെ താബിഈ ഇമാമികളാണ്, ഇവരൊക്കെ അടിമകളായിരുന്നു, ഇവരെല്ലാം അടിമകളായിരുന്നു. വഖൽഖുൻ കസീർ, അങ്ങനെ ധാരാളം ആളുകൾ, പിന്നെ വേറെയും ധാരാളം പണ്ഡിതന്മാർ, അറിയപ്പെട്ട ഇമാമിയങ്ങൾ അവരടിമകളായിരുന്നു. പിന്നീട് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ കുടുംബ മഹിമയൊന്നുമില്ല. ഇൽമാണ് അവരുയർത്തിയത് ഇൽമാണ്. വഇന്നമാ ശുരിഫു ബിൽ ഇൽമി വത്തഖ്വ, അവരുയർത്തിയത് ഇൽമും തഖ്വയുമാണ്. എന്നിട്ട് പറഞ്ഞു, വജ്തഹിദ് യാ ബുനയ്യ, മോനെ നീ പരിശ്രമിക്കണം, في صيانة عرضك من التعرض لطلب الدنيا وذل لأهلها, നീ ദുനിയാവിനെ തേടി അതിന്റെ ആളുകളുടെ മുമ്പിൽ നിന്ദനാകുന്നതിനെ, അതിനെ തൊട്ട് നീ ഒഴിവാകണം. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. ദുനിയാവ് തേടിയിട്ട് അതിനെ തേടുന്ന ആളുകളുടെ മുമ്പിൽ നിന്ദനാകുന്ന ഒരു അവസ്ഥ അതിനൊക്കെ ഉണ്ടാവരുത്. വഖനാ തുഅസ്സു, നിനക്ക് ഖനാഅത്ത് ഉണ്ടെങ്കിൽ, അള്ളാഹു വിധിക്കുന്നതിൽ നീ തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ നിനക്ക് ഇസ്സത്ത് ഉണ്ടാവും. എന്നിട്ട് പറയാണ്, ഫഖദ് ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, മൻ ഖനിഅ ബിൽ ഖുബ്സി വൽ ബഖൽ ലം യസ്തഅബിദ്ഹു അഹദുൻ, ഒരാൾ ഉണക്ക റൊട്ടി കൊണ്ടും എന്തെങ്കിലും പച്ചക്കറി കൊണ്ടും മതിയാകുന്നവനാണെങ്കിൽ ഒരാളുടെ ആക്ഷേപം അവന് കേൾക്കേണ്ടി വരില്ല. ഒരാളുടെ മുമ്പിലും അവൻ വില കുറഞ്ഞു പോകൂല. കിട്ടിയത് കൊണ്ട് മതിയാകുന്ന ഒരാളാണെങ്കിൽ അവൻ ഒരാളുടെ മുമ്പിൽ എന്ത് വേണ്ടി വരില്ല, ഒരു നിന്യത അനുഭവിക്കേണ്ട അവസ്ഥ വരില്ല. ദുനിയാവ് തേടുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? ദുനിയാവില് അവന് പണമോ എന്തെങ്കിലുമൊക്കെ മതിയാവാത്ത ഒരുത്തനാണെങ്കിൽ അവന് അത് കിട്ടാൻ വേണ്ടി എന്ത് താഴ്മയും കാണിക്കും.
ഒരു ആരുടെ മുമ്പിൽ വേണമെങ്കിലും വിധേയത്വം കാണിക്കും, താഴ്മ കാണിക്കും. അവനുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അറിയുണ്ടാവില്ല. തനാഅത്തുണ്ടോ ഇസ്സത്തുണ്ടാകും. ഒരിക്കൽ ബസ്രയിലൂടെ ഒരു അറാബി വന്നു, ബസ്രക്കാരനല്ലാത്ത ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മൻ സയ്യിദു ഹാദിഹിൽ ബൽദ, ആരാണ് ഈ നാട്ടിലെ നേതാവ്, നാട്ടിലെ ഏറ്റവും ഉന്നതിയിലുള്ള ആളാരാണ് ചോദിച്ചു. ഖീല ലഹു, അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, അൽ ഹസനുൽ ബസ്രി, ഹസനുൽ ബസ്രിയാണെന്ന് പറഞ്ഞു. ഖാല വബിമാ സാദാഹും, എങ്ങനെയാണ് അദ്ദേഹം ഈ നേതാവായി മാറിയത്? ഖാലു, അപ്പോൾ ആളുകൾ പറഞ്ഞു, ലിഅന്നഹു ഇസ്തഗ്നാ അൻ ദുനിയാഹും, അദ്ദേഹം ഈ ആളുകളുടെ ദുനിയാവ് ആവശ്യമില്ലാത്തവനാണ്. ഫഫ്തഖറു ഇലാ ഇൽമിഹി, പക്ഷെ ആളുകൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഇൽമിലേക്ക് ആവശ്യക്കാരുമാണ് എന്ന് പറഞ്ഞു. വഅലം യാ ബുനയ്യ, മോനെ നീ മനസ്സിലാക്കണം, അന്ന അബീ കാന മൂസിറൻ, എന്റെ വാപ്പ നല്ല പണമുള്ള നല്ല ഒരു ആളായിരുന്നു, നല്ല സമ്പത്തൊക്കെ ഉള്ള ആളായിരുന്നു. അതായത് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ഉപ്പാനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇബ്നുൽ ജൗസി പറയാണ്, എന്റെ ഉപ്പ നല്ല സമ്പത്തുള്ള ഒരാളായിരുന്നു. വഖല്ലഫ ഉലൂഫൻ മിനൽ മാൽ, ആയിരക്കണക്കിന് സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫലമ്മാ ബലഗ്തു, ഞാൻ അങ്ങനെ പ്രായപൂർത്തി എത്തിയപ്പോ, അതായത് വാപ്പ മരണപ്പെട്ടിട്ട് പ്രായപൂർത്തി എത്തിയപ്പോ, ദഫഉ ലി 20 ദീനാറൻ വദാറൈൻ, എനിക്ക് 20 ദീനാറും 2 വീടും എനിക്ക് നൽകി. വഖാലു ലി, എന്നിട്ട് കുടുംബക്കാർ പറഞ്ഞു, ഹാദിഹി തരികതു കുല്ലുഹാ, ഇത് നിനക്കുള്ള അനന്തര സ്വത്താണ്, നിനക്കുള്ള അനന്തര സ്വത്താണ്. ഫഅഖദ്തു ദനാനീർ വഷ്തറൈതു ബിഹാ കുതുബൻ മിൻ കുതുബിൽ ഇൽം, ഞാൻ ആ ദിനാർ കൊണ്ടൊക്കെ ഇൽമിന്റെ കിതാബുകൾ ഞാൻ വാങ്ങി, കിതാബുകൾ വാങ്ങി. വബിഅതു ദാറൈൻ, 2 വീട് ഞാൻ വിറ്റു. വഅൻഫഖ്തു സമനഹാ ഫി തലബിൽ ഇൽം, ആ പൈസ മൊത്തം ഞാൻ എന്തിനു ചെലവാക്കി? ഇൽമ് നേടാൻ വേണ്ടി ചെലവാക്കി. വലം യബ്ഖ ലീ ശൈഉൻ മിനൽ മാൽ, സമ്പത്തിൽ ഒന്നും എനിക്ക് ബാക്കിയായില്ല. വമാ ദല്ല അബൂക ഫീ തലബിൽ ഇൽമി ഖത്ത്, എനിക്ക് ഇബ്നുൽ ജൗസി മകനോട് പറയാണ്, നിന്റെ വാപ്പ ഇൽമ് നേടുന്നതിൽ ഒരു നിന്ദ്യതയും അനുഭവിച്ചിട്ടില്ല. വലാ ഖറജ യതൂഫു ബിൽ ബുൽദാൻ കഗൈരിഹി മിനൽ ബുആൽ, മറ്റുള്ള ആളുകൾ പ്രസംഗിച്ചിട്ടും മറ്റു ആളുകൾ ചോദിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന പോലെ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് ചെന്ന് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടില്ല. അപ്പൊ മോനോട് പറയാണ്, ഞാൻ എന്റെ എല്ലാ സമ്പത്തും ഇൽമിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്തുണ്ടായിട്ടില്ല? ദുനിയാവില് പണമില്ലാത്തൊരു നിന്ദ്യത അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല, ആളുകളോട് ചോദിച്ചെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആരുടെ അടുത്തെങ്കിലും അടുക്കലേക്ക് ഒരു കത്ത്, എനിക്ക് ഇത്ര പൈസ വേണം അല്ല ഇന്നത് വേണം പറഞ്ഞൊരു കത്ത് അയക്കേണ്ട അവസ്ഥയും എനിക്ക് വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ നേരാവണ്ണം എത്തിച്ചേരും. സൂറത്തു തലാഖിലെ ആയത്ത് കൊടുക്കുക. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവനൊരു വഴി അള്ളാഹു കാണിച്ചു തരും. അവൻ ഒരിക്കലും അവൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴിയിൽ അവനുള്ള റിസ്ക്കും എത്തിച്ചു കൊടുക്കും. ഒരു ത്വാലിബുൽ ഇൽം, ഇൽമിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഒരാൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും റിസ്ഖിനെ കുറിച്ചുള്ള ഭയം അവന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇൽമ് നേടുന്നതിൽ അവൻ പിന്നോട്ട് വലിയും, ഇൽമ് നേടുന്നതിൽ അവന് പിന്നോട്ട് വലിയും. റിസ്ഖിനെ കുറിച്ചുള്ള ഭയമല്ല, നാം നേടുന്ന ഇൽമിന്റെ മഹത്വമാണ് അവന് മുന്നോട്ട് പ്രേരണ നൽകേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സ്വന്തം ജീവിതം പറഞ്ഞുകൊണ്ടാണ് ഒരു ഉപ്പ മകന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, വമതാ സഹ്ഹത്തി തഖ്വ റഅയ്ത കുല്ല ഖൈറിൻ, എപ്പോഴാണോ തഖ്വ അതിന്റെ ശരിയായ രൂപത്തിലാകുന്നത് എല്ലാ ഖൈറും നീ കാണും. സഹോദരങ്ങളെ, എല്ലാ ഖൈറിന്റെ അടിസ്ഥാനം തഖ്വയാണ്. അള്ളാഹുവിനെ എത്ര സൂക്ഷിക്കുന്നുവോ ആ സൂക്ഷിക്കുന്നവന് വേണ്ടി ആകാശവും ഭൂമിയും വഴിമാറി നിൽക്കും. ആകാശവും ഭൂമിയും കടലും കാറ്റും വഴിമാറി നിൽക്കും. ഹദീസുകളിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, വൽമുത്തഖി ലാ യുറായിൽ ഖൽഖ്, തഖ്വയുള്ളവൻ സൃഷ്ടികളെ കാണാൻ വേണ്ടി ഒന്നും ചെയ്യൂല, ദിയായിന് വേണ്ടി ഒന്നും ചെയ്യൂല. വലാ യതഅറദു ലിമാ യുഅദി ദീനഹു, അവന്റെ ദീൻ അപകടത്തിലാകുന്ന ഒരു സ്ഥലത്ത് അവനെ കൊണ്ടുപോയാൻ വെക്കൂല. അതായത് അവന്റെ ദീന് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സദസ്സിലോ സാഹചര്യത്തിലോ ചുറ്റുപാടിലോ സന്ദർഭത്തിലോ അവൻ പോയി ചാടൂല, അവൻ സൂക്ഷിക്കും. വമൻ ഹഫിള ഹുദൂദല്ലാഹ് ഹഫിളഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പരിധികൾ ഹലാലും ഹറാമും സൂക്ഷിച്ചുവോ അവനെ അള്ളാഹുവും സംരക്ഷിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞു, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക ഇഹ്ഫളില്ലാഹ തജിദുഹു അമാമക, തുജാഹക്കുന്നുണ്ട് ഇരുവായത്തിൽ അമാമക, അതായത് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ കാര്യങ്ങളിൽ നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വാക്കാണ്, നമുക്കറിയുന്ന ഹദീസാണ്. വഅലം യാ ബുനയ്യ, മോനെ നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്ന യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം ലമ്മാ കാനത് ദഖീറതുഹു ഖൈറൻ നജാ ബിഹാ മിനശ് ശിദ്ദ, യൂനുസ് നബി അലൈഹിസ്സലാം തനിക്ക് ഒരുക്കു കൂട്ടി വെച്ചത് ഖൈറായതുകൊണ്ട്, നന്മയായതുകൊണ്ട് ശിദ്ദത്തിൽ രക്ഷപ്പെട്ടു, ഒരു ഞെരുക്കം വന്നപ്പോ രക്ഷപ്പെട്ടു. قال الله تعالى, അല്ലാഹു തആല പറഞ്ഞു, فلولا انه كان من المسبحين, യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുന്ന ആൾ അല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, അന്ത്യനാൾ വരെ ആ മീനിന്റെ വയറ്റിൽ തന്നെ കിടക്കുമായിരുന്നു. രക്ഷപ്പെടുത്തിയതിന് ശേഷം പറയാൻ, രക്ഷപ്പെടുത്താനുള്ള കാരണം എന്താ പറഞ്ഞത്? തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ട് പറയാണ് ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി പറയാണ്, വമ്മാ ഫിർഔൻ, ഫിർഔനിന്റെ കാര്യം നോക്കൂ, فلما لم تكن له ذخيرة خير لم يجد في شدته مخلصا, തനിക്ക് ഖൈറായതൊന്നും ഒരുമിച്ച് കൂട്ടി വെക്കാത്തത് കൊണ്ട് ഒരു ഞെരുക്കം വന്നപ്പോ ഒരു വഴിയും ഫിർഔൻ കണ്ടില്ല. ഫഖീല ലഹു, ആ ഫിർഔനോട് പറയപ്പെട്ടു, അൽആന വഖദ് അസൈത ഖബൽ, ഫിർഔൻ എന്തു പറഞ്ഞു? മുങ്ങിച്ചാവുന്ന സമയത്ത് ആമൻതു ബിറബ്ബി മൂസ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പോഴാണോ നീ ചെയ്യുന്നത്? മുമ്പ് നീ എന്താ ചെയ്തത്? അള്ളാഹിനെ ധിക്കരിക്കല്ലേ. അതായത് നമ്മുടെ റഹായിൽ, സൗഖ്യത്തിൽ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു ഞെരുക്കം വരുമ്പോ അള്ളാഹുവിന്റെ സഹായം അവിടെ കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ഫജ്അൽ ലക ദഖായിറ ഖൈറൻ മിൻ തഖ്വ തജിദ് തഅ്സീറഹാ, നീ നല്ല തഖ്വയുടെ അടിസ്ഥാനത്തിൽ അത് ഒരുക്കി കൂട്ടിയാൽ അതിന്റെ അനന്തരഫലം നീ കാണും. വഖദ് ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, മാ മിൻ ശാബിൻ ഇത്തഖല്ലാഹ ഫി ശബാബിഹി, ഒരു യുവാവുമില്ല അവന്റെ യുവത്വത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ, ഇല്ലാ റഫഅഹു അല്ലാഹു ഫീ കിബരിഹി, അവന്റെ പ്രായാധിക്യത്തിൽ അള്ളാഹു അവനെ ഉയർത്താതെ. ഇതേ ലഫ്ദിലല്ല, മറ്റു ചില ലഫ്ദിൽ ഈ ആശയത്തിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്. പ്രായാധിക്യത്തിൽ, യുവത്വത്തിൽ ഒരു വാർദ്ധക്യമുള്ളവനെ ബഹുമാനിച്ചാൽ ഇവനെ ബാക്കിയുള്ളവന് ബഹുമാനിക്കുമെന്നുള്ള അർത്ഥത്തിൽ. എല്ലാം ആശയം അൽജസാഉ മിൻ ജിൻസിൽ അമൽ, നല്ല കാലത്ത് സൂക്ഷിച്ചാൽ, അല്ലാത്തപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. قال الله تعالى യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ പറഞ്ഞു, വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്ന ആളായതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇൽമും ഹിക്മത്തും നൽകി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ആരാണോ തഖ്വയുള്ളത്, ആരാണോ ക്ഷമ കാണിക്കുന്നത്, അവന്റെ കർമ്മങ്ങളൊന്നും പാഴായി പോവില്ല, അല്ലാഹു തആല അത് പാഴാക്കി കളയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വഅലം, നീ അറിയണം, അന്ന ഔഫദ് ദഖായിർ, ഏറ്റവും നിനക്ക് ഒരുക്കി വെക്കാൻ സാധിക്കുന്ന കാര്യം, യുവാവായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള മോനോടാ പറയുന്നത്, നിനക്ക് ഒരുക്കി വെക്കാൻ പറ്റുന്ന കാര്യം, ഗദ്ദു ത്വർഫി അൻ മുഹറം, ഹറാമായ കാര്യങ്ങളെ തൊട്ട് നീ ദൃഷ്ടിതാഴ്ത്തലാണ്. നിനക്കൊരുക്കി വെക്കാൻ പറ്റുന്ന, ഇന്ന് നിനക്കൊരുക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചരക്ക് എന്നുള്ളത് ഹറാമുകളിൽ നിന്ന് ദൃഷ്ടിതാഴ്ത്തലാണ്. ആലോചിക്കണം, ഒരു ഉപ്പ പ്രായപൂർത്തിയെത്ത ഒരു മകന് കൊടുക്കുന്ന ഉപദേശമാണിത്. നമുക്കൊക്കെ സാധിക്കണം. ഒന്നുകിൽ ഈ പാനെ പോലെ ആവാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മകനെ, ഇത് കേട്ട് ജീവിതത്തിൽ പകർത്തുന്ന മകനെ പോലെ ആവാനെങ്കിലും പറ്റണം. പറയാണ്, ഈ ദൃഷ്ടിതാഴ്ത്തലാണ്. പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് യുവാക്കളോട്, എന്നോടും ഓരോ യുവാക്കളോടും എല്ലാ ആളുകളോടും പറയാനുള്ളത്, ഏറ്റവും വലിയ ഫിത്ന ബാധിക്കുന്ന ഒരു കാര്യമാണത്. അത് ഏറ്റവും വലിയ നന്മയായിട്ട് ഒരു കൂട്ടി വെക്കാൻ പറ്റുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. നാം കൂടുതൽ വിശദീകരിക്കുന്നില്ല. വഇംസാകുൽ ലിസാനി അൻ ഫുദൂലി കലിമത്തിൻ, അമിതമായ സംസാരത്തിൽ നിന്ന് നിന്റെ നാവിനെ പിടിച്ചു നിർത്തലാണ്. അനാവശ്യമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് നാവിനെ പിടിച്ചു നിർത്തലാണ്. വമുറാഅത്തുൽ ഹദ്, അല്ലാഹുവിന്റെ പരിധിയെ കാത്തു സൂക്ഷിക്കലാണ്. വഈസാറുല്ലാഹി സുബ്ഹാനഹു വതആല അലാ ഹവൻ നഫ്സ്, നിന്റെ സ്വന്തം ഇച്ഛയേക്കാൾ അള്ളാഹുവിന് പ്രാതിനിധ്യം നൽകലാണ്. ഒരു തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും വന്നു, പക്ഷെ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ്. അത് ഏറ്റവും നല്ല ഒരു ഒരുക്കി വെക്കലാണ്. വഖദ് അറഫ്ത ഹദീസ الثلاثه الذين دخلوا الى غار, നിനക്കറിയാം മൂന്നാളുകൾ, ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ഹദീസ് നിനക്കറിയാം. ഫൻതബഖത് അലൈഹിം സഖറത്തുൻ ഫഖാല അഹദുഹും, ആ ഗുഹയുടെ മുമ്പിൽ പാറക്കല്ല് വന്ന് അടഞ്ഞപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാന ലി അബവാൻ, എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, വഔലാദ്, മക്കൾ ഉണ്ടായിരുന്നു, ഫകുൻതു അഖിഫു ബിൽ ഹലീബ്,
ഞാൻ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? പാല് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അലാ അബവായ് അസ്ഖിയഹുമാ ഖബ്ല ഔലാദി, എന്റെ മക്കളേക്കാൾ മുമ്പ് ഞാൻ ആർക്ക് കൊടുക്കും? മാതാപിതാക്കൾക്ക് കൊടുക്കും. ഫഇൻ കുൻത ഫഅൽതു ദാലിക ലിഅജലിക ഫഖ്റുജ് അന്നാ, അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്തത്, മാതാപിതാക്കൾക്ക് ആദ്യം കൊടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തുറവി നൽകണമേ. ഫൻഫറജ സുലുസു സഖറ, ആ പാറക്കല്ലിന്റെ 1/3 നീങ്ങി. وقال الاخر, രണ്ടാമത്തെ ആൾ പറഞ്ഞു, اللهم اني استاجرت اجيرا فتسخط اجره فاتجرت به, ഞാനൊരു കൂലിക്ക് ഒരാളെ വിളിച്ചു, അയാൾ കൂലി വാങ്ങാതെ വിഷയവുമായി ബന്ധപ്പെട്ട് പോയി. ഫജാഅ യൗമൻ, അങ്ങനെ ഒരു ദിവസം വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അലാ തഖാഫുല്ലാഹ് വതുഅ്തീനി ഉജ്റതി, നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നില്ലേ, എന്റെ കൂലി തരുന്നില്ലേ? ഫഖുൽതു ഇൻതലിഖ് ഇലാ തിൽകൽ ബഖറ വറുആതിഹാ ഫഖുദ്ഹാ, ആ കൂലി കൊണ്ട് വാങ്ങി ഉണ്ടാക്കിയിട്ടുള്ള ആ പശുക്കളും അതിന്റെ കീഴിലുള്ള എല്ലാതും എടുത്തോളാൻ ഇയാൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇൻ കുൻതു ഫഅൽതു ദാലിക ലിഅജ്ലിക ഫഖ്റുജ് അന്നാ, ഞാൻ അത് അല്ലാഹ് നിനക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ നീ ഒരു തുറവി നൽകണം. ഫൻഫറജ സുലുസാ അസ്സഖറ, 1/3 നീങ്ങി, അടുത്ത 1/3. ഫഖാല അൽ-ആഖിർ, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അല്ലഖ്തു ബിൻത അമ്മിൻ ലീ ഫലമ്മാ ദനൗതു മിൻഹാ, ഞാനും എന്റെ ഒരു പിതൃവ്യ ഒരു പന സഹോദരന്റെ മകളും വ്യഭിചരിക്കാനുള്ള, എനിക്ക് അവളോടുള്ള ആഗ്രഹത്താൽ, ഈ ഹദീസിന്റെ ഭാര്യ വായത്തുകൾ നമുക്ക് അറിയുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, വ്യഭിചരിക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുമിച്ച് വന്നപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഖാലത്ത്, അവൾ പറഞ്ഞു, ഇത്തഖില്ലാ, നിർബന്ധിതമായിട്ടാണ് ആ സ്ത്രീ സമ്മതിച്ചത്, ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി, നിനക്ക് അവകാശമില്ലാത്തൊരു കാര്യം നീ ചെയ്യാൻ നിൽക്കരുത്, നിനക്ക് അനുവാദമില്ല, നീ അത് ചെയ്യരുത്. ഫഖുംതു അൻഹാ, ഞാൻ അവളിൽ നിന്ന് എഴുന്നേറ്റു. ചില ഹദീസിൽ എല്ലാവിധ കാര്യത്തിനും ഒരുങ്ങി അവസാന നിമിഷത്തിലാണ് ഇത് പറയുന്നത്. വികാരം ഏറ്റവും അധികരിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പിന്തിരിയുന്നത്. ഫഇൻ കുൻതു ഫഅൽതു ദാലിക ലിഅജ്ലിക, അല്ലാഹ് നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തതെങ്കിൽ ഫഫർദിജ് അന്നാ, എനിക്ക് തുറവി നൽകണമേ. ഫറുഫിഅത്തിസ് സഖറതു വഖറജു, ആ പാറക്കല്ല് നീങ്ങിയിട്ട് ഒരു പുറത്തേക്ക് വന്നു. തഖ്വയാണ്, തഖ്വ കൊണ്ടാണ് ആ പാറക്കല്ല് നീങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ? ആകാശത്ത് മേഘം മഴ പെയ്യിച്ച ഹദീസുകളുണ്ട്, കടൽ അയാൾ കൊടുക്കേണ്ട കടം എത്തിച്ചു കൊടുത്ത ഹദീസുകളുണ്ട്, പാറക്കല്ല് നീങ്ങിയ ഹദീസുകളുണ്ട്. ആകാശഭൂമികൾക്കകത്ത് എന്തെല്ലാം ഉണ്ടോ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹു തആല അവരെ എല്ലാം നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് മാറ്റി തരും. തഖ്വയുടെ അനന്തരഫലമാണ്. എന്നിട്ട് പറഞ്ഞു, വറുബിയ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഫിൽ മനാം, സുഫിയാനു സൗരി റഹ്മഹുള്ളയെ അദ്ദേഹത്തിന്റെ മരണശേഷം ശിഷ്യന്മാരാരോ സ്വപ്നത്തിൽ കണ്ടു. ഫഖീല ലഹു, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാ ഫഅല അല്ലാഹു ബിക്, സ്വപ്നത്തിൽ കണ്ടപ്പോൾ കണ്ട ആൾ ചോദിച്ചു, എന്താണ് അള്ളാഹ് നിങ്ങളെ കൊണ്ട് ചെയ്തത്? ഖാല, അപ്പോൾ സുഫിയാനു സൗരി റഹ്മഹുള്ള പറഞ്ഞു, മാ കാന ഇല്ലാ അൻ വദഅതു ഫിൽ ലഹദ് അൻ വുദിഅത് ഫിൽ ലഹദി ഫഇദാ അന ബൈന യദൈ റബ്ബിൽ ആലമീൻ, ഞാൻ അങ്ങനെ ഖബറിൽ എന്റെ ശരീരം വെക്കപ്പെട്ടപ്പോൾ ഞാൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഫദഖൽതു ഫഇദാ അന ബിഖാഇൽ യഖൂൽ, ആ സമയത്ത് ഒരാൾ വിളിച്ചു, സുഫിയാൻ, സുഫിയാൻ എന്ന് വിളിച്ചു. ഖുൽതു, അപ്പോൾ പറഞ്ഞു സുഫിയാൻ, ഞാൻ പറഞ്ഞു സുഫിയാൻ ആണെന്ന് പറഞ്ഞു. ഖാല, ചോദിച്ചു, തദ്കുറു യൗമൻ ആഥർത അല്ലാഹ അലാ ഹവാക്, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ദേഹേച്ഛയുടെ മുകളിൽ അള്ളാഹുവിന് നീ സ്ഥാനം കൊടുത്ത ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? തിന്മ ചെയ്യാനുള്ള ആ അവസരത്തിൽ അള്ളാഹുവിന് നിന്റെ ഇച്ഛയേക്കാൾ നീ പ്രാധാന്യം കൊടുത്ത ഒരു സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിനോട് ചോദിക്കും, അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ഇച്ഛയേക്കാൾ നീ അള്ളാഹുവിന് സ്ഥാനം കൊടുത്ത ദിവസം നിനക്ക് ഓർമ്മ? കൊൽത്തു, അദ്ദേഹം പറഞ്ഞു, നഅം. ഫഅഖദത്നി സവാനി നുസാർ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള
ഒരു ഭക്ഷണത്തളിക വിഭവങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവന്നു കൊടുത്തു. ആലോചിക്കണം എത്രത്തോളമാണ് അല്ലാഹുവിനെ ഞാൻ അഭിനയിക്കില്ല. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചു. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാം, വയംബഗി അൻ തസ്മു ഹിമ്മതുക ഇലൽ കമാൽ. നിന്റെ ചിന്ത, നിന്റെ അഭിലാഷം അത് പൂർണ്ണത നേടിയെടുക്കാനായിരിക്കണം, അഥവാ ഉന്നതമായ സ്ഥാനത്തെത്താനായിരിക്കണം. ഫഇന്ന ഖൽഖൻ വഖഫു മഅ അസ്സുഹദ്. ചില ആളുകളുണ്ട്, അവർ സുഹദിൽ, ഭൗതിക വിരക്തിയിൽ അഥവാ ഇബാദത്തുകളിൽ മാത്രം മുഴുകിയ ആളുകൾ. വഖൽഖൻ തശാഗലു ബിൽ ഇൽം. മറ്റു ചില ആളുകളുണ്ട്, അവർ ഇൽമിന്റെ വിഷയത്തിൽ മാത്രം മുഴുകിയ ആളുകൾ. വനദറ അഖ്വാമുൻ ജമഉ ബൈനൽ ഇൽമിൽ കാമിൽ വൽ അമലിൽ കാമിൽ. എന്നാൽ ചില ആളുകളുണ്ട്, അവർ പൂർണ്ണമായ ഇൽമിലും അതുപോലെ പൂർണ്ണമായ അമലിലും ഒരുമിച്ച് കൂട്ടിയവർ, ഇൽമും അമലും ഒരുമിച്ച് കൂട്ടിയവർ. വഅലം, നീ അറിയുക, അന്നി ഖദ് തസഫഹ്തു താബിഈൻ, ഞാൻ താബിഈങ്ങളുടെ ചില ആളുകളുടെ ചരിത്രങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. വമൻ ബഅദഹും, അതിനുശേഷമുള്ള ആളുകളുടെയും. ഫമാ റഅയ്തു അഹ്ളാ ബിൽ കമാലി മിൻ അർബഅതി അൻഫുസ്. അതിൽ എഴുതി ഒരുമിച്ച് കൂട്ടിയവരിൽ നാലാളുകളുടേതാണ് ഏറ്റവും പൂർണ്ണമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് താബിഈ ഇമാമാണ്. രണ്ട് അൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്. മൂന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്. നാല് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്. ഈ നാലാളുകളെയാണ് പൂർണ്ണതയിൽ കണ്ടത്. വഖദ് കാനൂ റിജാലൻ, അവർ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളുകളായിരുന്നു, അതുപോലെ തന്നെ പുരുഷത്വത്തിന്റെ പൂർണ്ണതയിലുള്ള ആളുകളായിരുന്നു. റിജാൽ എന്നുള്ള പദം രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വഇന്നമാ കാനത് ലഹും ഹിമമുൻ ളഅഫത് ഇൻദനാ. വഇന്നമാ കാനത് ലഹും ഹിമമുൻ, അവർക്കൊരു ഹിമ്മത്ത് ഉണ്ടായിരുന്നു, അവർക്കൊരു അഭിലാഷമുണ്ടായിരുന്നു. ളഅഫത് ഇൻദനാ, നമ്മളിൽ അത് ദുർബലമായി പോയി. വഖദ് കാന ഫിസ്സലഫി ഖൽഖുൻ കസീറുൻ, സലഫുകളിൽ ഒരുപാട് ആളുകളുണ്ട്. ലഹും ഹിമമുൻ ആലിയത്തുൻ, ഉന്നതമായ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നവർ. ഫൈദാ അറദ്ത, നീ ഉദ്ദേശിക്കുകയാണ്, അൻ തൻദുറ ഇലാ അഹ്വാലിഹിം, അവരുടെ അവസ്ഥയിലേക്ക് നോക്കാൻ, അതറിയാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫൻദുർ ഫി കിതാബി സിഫത്തുസ് സ്വഫ, നീ സിഫത്തുസ് സ്വഫ എന്ന കിതാബ് നോക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്നെ മുൻഗാമികളായ സലഫുകളുടെ ചരിത്രം ക്രോഡീകരിച്ചുള്ള കിതാബാണ് സിഫത്തുസ് സ്വഫ. അത് നീ വായിച്ചു നോക്കുക പറഞ്ഞു. വ ഇൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തഅമ്മുലി അഖ്ബാർ സഈദ് വൽ ഹസൻ വ സുഫിയാൻ വ അഹ്മദ്, ഈ നാലാളുകളുടെ ചരിത്രം അറിയാൻ നീ പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫഖദ് ജമഅതു ലികുല്ലി വാഹിദിൻ മിൻഹും കിതാബൻ, ഈ ഓരോ ആളുകളുടെയും ചരിത്രം എഴുതിയിട്ട് ഓരോ കിതാബുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മകനോട് പറയാം. എന്നിട്ട് പറഞ്ഞു, വഖദ് അലിംത യാ ബുനയ്യ, മോനെ നിനക്കറിയാം, അന്നീ ഖദ് സന്നഫ്തു 100 കിതാബിൻ, ഞാൻ 100 കിതാബുകൾ എഴുതിയിട്ടുണ്ട് എന്ന്. ഇത് 100 എണ്ണല്ല. പിന്നെ
അദ്ദേഹം ഒരു കണക്ക് വെച്ച് പറഞ്ഞതായിരിക്കും. അദ്ദേഹത്തിന്റെ പറഞ്ഞല്ലോ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ ഒന്നുകിൽ ഇത് എഴുതുന്ന കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഏകദേശം പറഞ്ഞതായിരിക്കും. ഇത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് 1000-ഓളം കിതാബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷവും കിതാബുകൾ കണ്ടിട്ടുണ്ട്. ഫമിൻഹ അത്തഫ്സീറുൽ കബീർ, അതിൽപ്പെട്ടതാണ് തഫ്സീറുൽ കബീർ അല്ലെങ്കിൽ ജാദുൽ മസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തഫ്സീർ. 20 മുജല്ലദൻ, 20 വോളിയൂംസ് ഉണ്ട്. വത്താരീഖ്, താരീഖ് ചരിത്രമായിരിക്കണം, അല്ലാഹു അലം, നമുക്കറിയില്ല കിതാബ്. 20 മുജല്ലദൻ, 20 വോളിയൂംസിലായിട്ട്. വതഹ്ദീബുൽ മുസ്നദ്, മുസ്നദ് ഇമാം അഹ്മദിന്റെ മുസ്നദ് വിശദീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എഴുതിയതുണ്ട്. 20 മുജല്ലദൻ, 20 വോളിയൂംസിൽ. വബാഖിൽ ഖുതുബ് ബൈന കിബാരിൻ വസിഗാരിൻ യകൂനു 5 മുജല്ലദാത്തിൻ വമുജല്ലദൈൻ വസലാസതൻ വഅർബഅതൻ വഅഖല്ല വഅക്സർ. വേറെ കിതാബുകളുണ്ട് വലുതും ചെറുതുമായിട്ട്, 5 വോളിയത്തിലുണ്ട്, 4 വോളിയത്തിലുണ്ട്, 3 വോളിയത്തിലുണ്ട്, പല രീതിയിലുണ്ട്. കഫൈതുക ബിഹാദിഹി തസാനീഫ് അൻ ഇസ്തിആറത്തിൽ കുതുബ് വജംഇൽ ഹിമം ഫി തഅലീഫ്. ഈ കിതാബുകൾ തന്നെ നിനക്ക് മതിയായതാകും. നീ വേറൊരു കിതാബ് വാങ്ങേണ്ടി വരുന്നതിനേക്കാൾ നിനക്ക് ഈ കിതാബുകൾ തന്നെ മതിയായതായിരിക്കും. അതുപോലെ തന്നെ നീ എഴുതാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതെല്ലാം നിനക്ക് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫഅലൈക ബിൽ ഹിഫ്ള്, നീ ഹിഫ്ള് ചെയ്യണം, ഇൽമ് ഹിഫ്ളാക്കണം. വഇന്നമൽ ഹിഫ്ളു റഅസുൽ മാൽ, ഹിഫ്ള് എന്നുള്ളത് മൂലധനമാണ്. വതസറുഫുർ റിബ്ഹ്, നേടുന്ന ലാഭമാണ് ഇൽമ് ഹിഫ്ളാക്കുക എന്നത്. വസ്ദുഖ് ഫിൽ ഹാലൈൻ, ഈ കിതാബുകൾ വായിക്കുന്നതിലും ഹിഫ്ളാക്കുന്നതിലും നീ സിദ്ഖ് കാണിക്കുക. ഫിൽ ഇൽതിജാഇ ഇലൽ ഹഖ്, എന്തിനാണ്? ഹഖ് നേടാൻ വേണ്ടി. സുബ്ഹാനഹു ഫറാ ഹുദൂദ്, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ കുറിച്ച്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാർ പൂർത്തീകരിച്ചാൽ ഞാൻ നിങ്ങളോടുള്ള കരാറും പൂർത്തീകരിക്കും. അതായത് അള്ളാഹുവിനോട് എത്രത്തോളം സിദ്ഖ് കാണിക്കുന്നുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കഴുത്തിൽ ഇവിടെ അമ്പ് തറച്ച് മരിക്കാനാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, നീ ഇത് സത്യസന്ധമാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു നിന്നോടും അതുപോലെയായിരിക്കും. ആ സ്വഹാബി അങ്ങനെ തന്നെ ഷഹീദായി മരണപ്പെട്ടു. അപ്പോ നമ്മൾ അള്ളാഹുവിനോട് എന്താണോ കാണിക്കുന്നത് അത് എത്രത്തോളം സത്യസന്ധതയും നിഷ്കളങ്കവുമാണോ അതുപോലെ അള്ളാഹു നമുക്കും ഉണ്ടാകും. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഈ ആയത്തിലെ എല്ലാം. ആശയം ഇതാണ്, നമ്മൾ അള്ളാഹുവിനോട് എന്താണോ അതുപോലെ അള്ളാഹു തിരിച്ചുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, ഇയ്യാക അൻ തഖിഫ മഅ സൂറത്തിൽ ഇൽമി ദൂനൽ അമലി ബിഹി, നീ സൂക്ഷിക്കണം, ഇൽമിന്റെ ആളായി നിൽക്കുകയും അമലില്ലാത്ത അവസ്ഥയും നീ സൂക്ഷിക്കണം. فإن الداخلين على الأمراء والمقبلين على أهل الدنيا قد أعرضوا عن العمل بالعلم. ചില ആളുകളുണ്ട്, അവര് ഇൽമിന്റെ ആളുകളായിരിക്കും, പക്ഷെ ഇൽമ എന്തിനാണ്? അവർ രാജാക്കന്മാരുടെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി. അവർ അമൽ ഒഴിവാക്കിയിട്ടുണ്ട്, അവരെ ഇൽമ കൊണ്ട് ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഫമുനിഉൽ ബറകത വന്നഫഅ ബിഹി, അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടായത്? ആ ഇൽമിലെ ബറക്കത്ത് തടയപ്പെട്ടു, അതുകൊണ്ടുള്ള ഉപകാരം അവർക്ക് കിട്ടിയിട്ടില്ല. ഇൽമിന്റെ ലക്ഷ്യം എന്താണ്? അമലാണ്. ഇഖ്തിദാഉൽ ഇൽം അൽ അമൽ, ഇൽമ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അത് അമലാണ്. അതില്ലാതെ ദുനിയാവാണ് ഇൽമ കൊണ്ട് തേടുന്നത് എങ്കിൽ ആ ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവൂല, അതുകൊണ്ടുള്ള ഉപകാരവും കിട്ടുകയില്ല. എന്നിട്ട് പറഞ്ഞു, വഇയ്യാക, നീ സൂക്ഷിക്കണം മോനെ, അൻ തതശാഗല ബിത്തഅബ്ബുദി മിൻ ഗൈരി ഇൽമിൻ, നീ ഇൽമില്ലാതെ ഇബാദത്തിൽ മുഴുകുന്നതും നീ സൂക്ഷിക്കണം. ഒന്നാമത്തെ എന്താ പറഞ്ഞു? ഇൽമ് അമല് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത് പറയാണ്, ഇൽമില്ലാതെ അമല് മാത്രം ഇബാദത്തിൽ മുഴുകുന്നത് നീ സൂക്ഷിക്കണം. فإن خلقا كثيرا من المتزهدين والمتصوفة ضلوا طريق الهدى إذ عملوا بغير علم. കുറെ സുഹദിന്റെ ആളുകളും കുറെ സൂഫികളും അവർ പിഴച്ചു പോയത് അവരെന്തുകൊണ്ടാണ്? അവർ ഇൽമില്ലാതെ അവർ അമൽ ചെയ്തു, ഇൽമില്ലാതെ അമൽ ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിഴച്ചു പോയത്. വസ്തുർ നഫ്സക ബിസൗബൈനി ജമീലൈൻ, അതുകൊണ്ട് ഈ 2 വസ്ത്രങ്ങൾ കൊണ്ട് നിന്റെ സ്വന്തത്തെ നീ വസ്ത്രം ധരിക്കുക, മറക്കുക, അതായത് ഇൽമും അമലും കൊണ്ട്. ലാ യുശ്ഹിറാനിക ബൈന അഹ്ലി ദുനിയ ബിരിഫഅതിഹിമാ, അത് വില കൂടി എന്നുകൊണ്ട് ഈ 2 വസ്ത്രങ്ങൾ കുറച്ച് നല്ല സാധനമായതുകൊണ്ട് ദുനിയാവിന്റെ ആളുകളുടെ മുമ്പിൽ നീ എന്താവുന്നില്ല? പ്രശസ്തനാകുന്നില്ല. വലാ ബൈനൽ മുതസഹിദീന ബിദഅതിഹിമാ,
ഇതില് എന്തെങ്കിലും കീറൽ വന്നതുകൊണ്ട് നീ സുഹദിന്റെ ആളുകളുടെ ഒപ്പം എത്താനും പോകുന്നില്ല. അതായത് ഉദ്ദേശിക്കുന്നത് ഇൽമും അമലും രണ്ട് വസ്ത്രമാണ്, അത് നീ നല്ല രീതിയിൽ ധരിക്കണം. അത് എത്ര നന്നായതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പെരുമാടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും കീറൽ വന്നതുകൊണ്ട് സുഹദിന്റെ ആളായി മാറുന്നില്ല. അത് നിനക്ക് ഉപകരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള കാര്യമാണ്. വഹാസിബ് നഫ്സക ഇൻദ കുല്ലി നവറത്തിൻ വകലിമത്തിൻ വഖത്റത്തിൻ, നീ നിന്റെ സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നോട്ടത്തിലും, ഓരോ വാക്കിലും, ഓരോ ചിന്തയിലും എന്താണ് നീ നോക്കുന്നത്, എന്താണ് നീ പറയുന്നത്, എന്താണ് നീ ചിന്തിക്കുന്നത് എന്ന് നീ വിചാരണ ചെയ്യുക. ഫഇന്നക മസ്ഊലുൻ അൻ ദാലിക, നീ അതിനെ കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഅലാ ഖദ്രി ഇന്തിഫാഇക ബിൽ ഇൽം യൻതഫിഉ സാമിഊൻ, നിനക്ക് എത്രയാണോ ആ ഇൽമ കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുള്ളത് അതുപോലെയാണ് നിന്നിൽ നിന്ന് കേൾക്കുന്ന ആൾക്ക് ഉപകാരം കിട്ടുക. നിനക്കെന്താണോ നീ പറയുന്ന ഇൽമ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളത് അതുപോലെയാണ് കേൾക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുക. ഉപദേശിക്കുന്ന ഒരാൾ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ അവന്റെ ഇൽമ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ആളുകളുടെ കൽബിൽ നിന്ന് അവന്റെ ഉപദേശം തെറ്റിപ്പോകും. ഏതുപോലെ? കമാ യസാലുൽ മാഉ അനിൽ ഹജർ, ഒരു കല്ലിന്റെ മേലെ വെള്ളമൊഴിക്കുന്ന പോലെ. പറയുന്ന ആള് ആ ഇൽമു കൊണ്ട് അമൽ ചെയ്തിട്ടില്ല എങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അത് എന്തുണ്ടാവുള്ളൂ? പാറക്കല്ലിന് വെള്ളമൊഴിച്ച് എന്താ ഉണ്ടാവുക? അത് തെറിച്ചു പോകും. അതുപോലെ കേൾക്കുന്ന ആളുടെ കൽബിൽ അത് കയറൂല, അത് തെറ്റിപ്പോകും, അത് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയാവും. ഫലാ തഇദന്ന ഇല്ലാ ബിനിയത്തിൻ, ഒരു നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നീ ഉപദേശിക്കരുത്. വലാ തംശിയന്ന ഇല്ലാ ബിനിയത്തിൻ, ഒരു നിയ്യത്ത് കൊണ്ടല്ലാതെ നീ നടക്കരുത്. വലാ തഅകുലന്ന ലുഖമതൻ ഇല്ലാ ബിനിയത്തിൻ, ഒരു നിയ്യത്ത് കൊണ്ടല്ലാതെ നീ ഭക്ഷിക്കരുത്, ഒരു ഉരുള ഭക്ഷിക്കരുത്. വമഅ മുതാലഅത്തിൽ അഖ്ലാഖിസ് സലഫ് യൻകശിഫു ലകൽ അംർ, സലഫുകളുടെ സ്വഭാവം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് നിനക്ക് വെളിവാകും. അതായത് ഇത് വിശദീകരിക്കാൻ തുടങ്ങിയാൽ വേറൊരു ദർശനം എടുക്കണം. അതായത് നിയ്യത്ത് എന്നുള്ളത് ഏതൊരു കാര്യത്തിനും നമ്മൾ നിയ്യത്ത് നന്നാക്കിയാൽ എന്താണ്? അത് അമല് മാറി. ഇപ്പൊ ഒരു ഉരുള സ്വന്തം ശരീരത്തിന് ഭക്ഷിക്കുന്നവൻ ഇത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ സ്വതക്കയാണ്, അള്ളാഹുവിന് വേണ്ടിയാണെന്ന് നിയ്യത്ത് വെച്ചാൽ എന്താണ്? സ്വതക്കയാണ്. സ്വന്തം ഭാര്യയ്ക്ക് നൽകുന്നത് സ്വതക്കയാണ്. അപ്പൊ ഒരു കാലടി വെക്കുന്ന സ്വതക്കയാകും. നിയ്യത്ത് കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഇൽമുള്ള ആളുകൾ. അത് നിനക്ക് വെളിവാകണമെങ്കിൽ സലഫുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ നിനക്ക് മനസ്സിലാകും. അവരെല്ലാം അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് കൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. എന്നിട്ട് പറയുകയാണ് വഅലൈക ബികിതാബി മിൻഹാജിൽ മുരീദീൻ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ മകന് താൻ എഴുതിയ ചില കിതാബുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് മിൻഹാജിൽ മുരീദീൻ അല്ലെങ്കിൽ മിൻഹാജിൽ ഖാസിദീൻ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന കിതാബാണ്. ഫഇന്നഹു യുഅല്ലിമുക സുലൂക്ക്, അല്ലാഹുവിനോട് ഒരു അടിമക്കുണ്ടാവേണ്ട അദബുകൾ അത് പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് മിൻഹാജുൽ മുരീദീൻ അല്ലെങ്കിൽ മിൻഹാജുൽ ഖാസിദീൻ എന്ന് അറിയപ്പെടുന്ന കിതാബ്. അത് നിനക്ക് അല്ലാഹുവിനോടുള്ള അദബ് നിനക്ക് പഠിപ്പിച്ചു തരും. ഫജ്അൽഹു ജലീസുക മുഅല്ലിമുക, അത് നിന്റെ കൂട്ടുകാരനായി നീ സ്വീകരിക്കണം, നിന്റെ അധ്യാപകനായിട്ട് ആ കിതാബിനെ നീ സ്വീകരിക്കണം. വതലമ്മഹ് കിതാബ് സയ്യിദുൽ ഖാത്തിർ, സയ്യിദുൽ ഖാത്തിർ എന്നുള്ള കിതാബ് നീ വായിക്കണം. അൽഹംദുലില്ലാഹ് വായിച്ചിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ, വ്യക്തിപരമായി എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു കിതാബാണ്. ഫഇന്നക തഖഉ ബിബാഖിആത്തിൻ തുസ്ലിഹു ലക അംറ ദീനിക വദുനിയാക, അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിന്റെ ദീനും ദുനിയാവും നന്നാക്കാൻ ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കിതാബിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡയറി പോലെയുള്ള ഒരു കിതാബാണത്. പക്ഷേ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. പക്ഷെ തുടക്കക്കാരായ വിദ്യാർത്ഥികളോട് പണ്ഡിതന്മാർ പലപ്പോഴും വായിക്കരുതെന്ന് പറയാറുണ്ട്. അതിൽ അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ ചില മസലകൾ, ചില ചർച്ചയുള്ളതുകൊണ്ട്. പക്ഷെ മൊത്തത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിതാബാണ്. അപ്പൊ അത് വായിക്കാൻ പറഞ്ഞു. എനിക്ക് ദീനും ദുനിയാവിനും ഉപകരിക്കുന്ന സംഭവങ്ങൾ അതിലുണ്ട്. കിതാബ് ജന്നത്തുൻ നദർ, ജന്നത്തുൻ നദർ എന്നുള്ള കിതാബിനെ ഹിഫ്ളാക്കണം. ഫഇന്നഹു യക്ഫി ഫീ തൽഖീഹി ഫഹ്മിക ലിൽ ഫിഖ്, ഫിഖ്ഹിന്റെ ഫഹ്മ് കിട്ടാൻ അത് ഉപകരിക്കും. ഉസൂൽ ഫിഖ്ഹിലെ കിതാബ് ആയിരിക്കണം, നമ്മൾ കണ്ടിട്ടില്ല, അല്ലാഹു അഅലം. അത് നീ വായിക്കണം എന്ന് പറഞ്ഞു. വമതാ തശാഗൽത ബികിതാബിൽ ഹദായിഖ്, ഹദായിഖ് എന്നുള്ള കിതാബ് കൊണ്ട് നീ മുഴുകിയാൽ, അത് ഉപയോഗിച്ചാൽ അത്ലഅക അലാ ജുംഹൂരിൽ ഹദീസ്, ഭൂരിഭാഗം ഹദീസുകളും നിനക്ക് അതിൽ കാണാൻ സാധിക്കും. ഹദീസിന്റെ കിതാബാണ്. ഫൈദൽ തഫത്ത ഇലാ കിതാബിൽ കശ്ഫ്, അൽ കശ്ഫ് എന്നുള്ള കിതാബ് നോക്കിയാൽ അബാന ലക മസ്തൂറ മാ ഫീ സഹീഹൈൻ മിനൽ ഹദീസ്, ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസുകളുടെ മുഴുവനില്ലെങ്കിലും വിശദീകരണമാണ് അൽ കശ്ഫ് എന്നുള്ള കിതാബ്. അപ്പൊ ഈ രണ്ട് ഹദീസുകളുടെ കാര്യങ്ങൾ നിനക്ക് കിട്ടും. വലാ തശാഗലന്ന ബികുതുബി തഫാസിർ അല്ലതി സന്നഫത്ഹാ അൽ ആജിം,
അറബികളല്ലാത്തവർ എഴുതിയിട്ടുള്ള ഉദ്ദേശം അന്ന് ഫിലോസഫികൾ മുത്തകല്ലിമീങ്ങൾ എഴുതിയിട്ടുള്ള തഫ്സീറുകൾ നീ വായിക്കരുത് എന്നതായിരിക്കണം. വമാ തറക്കൽ മുഗ്നി വസാദുൽ മസീർ ലക ഹാജതൻ ഫി ശൈഇൻ മിൻ തഫ്സീർ. അദ്ദേഹം എഴുതിയുള്ള തഫ്സീറാണ് അൽ മുഗ്നി, സാദുൽ മസീർ എന്നുള്ള തഫ്സീറുകൾ. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നീ വായിച്ചുകൊള്ളുക. വഅമ്മാ മാ ജമഅതുഹു ലക മിൻ കുതുബിൽ വഅൽ, കുതുബിൽ വഅൽ ഉപദേശങ്ങൾ അടങ്ങിയ കിതാബ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫലാ ഹാജത ലക ബഅദഹാ ഇല്ലാ സിയാദത്തിൻ അസ്ലൻ. ഈ വിഷയത്തിൽ വേറൊരു കിതാബും നിനക്ക് ആവശ്യമായിട്ട് വരില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഉപ്പയാണത്. മകന് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ ആലോചിച്ച് നോക്കി. നിനക്ക് ഫിഖ്ഹിന് വേണോ ഇന്ന കിതാബുണ്ട്, ഹദീസിന് വേണോ ഇന്ന കിതാബുണ്ട്, തഫ്സീറിന് വേണോ ഇന്ന കിതാബുണ്ട്, ഇന്ന വിഷയത്തിലാണോ ഇന്ന കിതാബുണ്ട്, നോക്കിക്കൊള്ളുക. അതേ മോനോട് പറയാണ്. വകുൻ ഹുസ്നൽ മുദാറാത്തി ലിൽ ഖൽഖ് മഅ ശിദ്ദത്തിൽ ഇഅ്തിസാലി അൻഹും. സൃഷ്ടികളോട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നീ ഇടപഴകേണ്ടത്, അവരിൽ നിന്ന് ഈ ഒറ്റക്കാകുന്നതോടൊപ്പം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു അവരോടൊപ്പം അധികമായി കൂടിക്കലരരുത്, എന്നാൽ അവരോട് ഇടപഴകുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. ഫൈനൽ ഉസ്ലത റാഹത്തുൻ മിൻ ഖുലതാഇ സൂ. ഈ ഒറ്റക്കാവുക എന്നുള്ളത് മോശപ്പെട്ട കൂട്ടുകൂടുന്നതിൽ നമുക്ക് റാഹത്ത് നൽകും. മുബ്ഖിയത്തുൻ ലിൽ വഖാർ, നിനക്ക് ഗാംഭീര്യം നൽകും. ഫൈനൽ വാഇല ഖാസതൻ യംബഗി ലഹു, ഒരു പ്രസംഗിക്കുന്ന ഉപദേശം നൽകുന്ന ഒരാൾ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാ യുറാ മുതബദ്ദലൻ വലാ മാശിയൻ ഫി സൂഖി വലാ ളാഹികൻ. ആളുകൾക്കിടയിൽ സാധാരണക്കാർ നടക്കുന്നത് പോലെ ചിരിച്ചും കളിച്ചും അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലായിക്കൊണ്ട് ഒരു ഉപദേശിക്കുന്ന ഒരാള് അങ്ങനെ അമിതമായ ആളുകളുമായി ഇടപഴകി നടക്കരുത്. ലിയഹ്സുന ബിഹി വൻ, നിന്നെ കുറിച്ചുള്ള ചിന്ത, അയാളെ കുറിച്ചുള്ള ചിന്ത നന്നാക്കാൻ വേണ്ടി. ഫയുൻതഫു ബിവഅലിഹി, അങ്ങനെയാകുമ്പോഴാണ് അവന്റെ സംസാരത്തിന് ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ, ഉപകാരം കിട്ടുകയുള്ളൂ. ഫൈദൽ തറർത ഇലാ മുഖാലതത്തി الناس فخالتهم بالحلم عنهم. ജനങ്ങളുമായിട്ട് നീ ഇടപഴകിയേ പറ്റൂ. അതായത് മോശപ്പെട്ട സ്വഭാവങ്ങളുള്ള എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന ആ രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപഴകിയേ പറ്റൂ എന്ന് വരുമ്പോ നീ ഹിൽമോടുകൂടി നീ ഒരു അവധാനത്തിൽ അവരോട് ഇടപഴകുക. ഫൈന്നക ഇൻ കശഫ്ത, നിനക്ക് അവരോട് തോന്നുന്ന ദേഷ്യം നീ വെളിവാക്കി കഴിഞ്ഞാൽ, അൻ അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവത്തിൽ തോന്നുന്ന വെളിവാക്കിയാൽ, ലം തഖ്ദിർ അലാ മുദാറാത്തിഹിം, അവരോടൊപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് സഹവസിക്കാൻ സാധിക്കില്ല. ആളുകൾ ഇങ്ങോട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടല്ല, അവരോട് ഹെൽമിൽ നിൽക്കുക. നീ നമുക്ക് തോന്നുന്നതൊക്കെ വെളിവാക്കി കഴിഞ്ഞാൽ അവരോടൊപ്പമുള്ള നല്ലൊരു അവസ്ഥ ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു, വഅദ്ദി ഇലാ കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോ ആളുകൾക്കും അവകാശപ്പെട്ട ഹഖ് നീ വീട്ടിൽ കൊടുക്കണം. മിൻ സൗജത്തിൻ വവലദിൻ വഖറാബത്തിൻ, നിന്റെ ഭാര്യക്കുള്ള ഹഖ് നീ വീട്ടണം, മക്കളോടുള്ളത് വീട്ടണം, കുടുംബക്കാരോടുള്ളത് വീട്ടണം. വൻദുർ കുല്ല സഅഅത്തിൻ മിൻ സഅഅതിക ബിമാദാ തദ്ഹബ്, നീ ശ്രദ്ധിക്കണം നിന്റെ ഓരോ നിമിഷവും എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ അത് ഏറ്റവും ഉത്തമമായതിനല്ലാതെ നീ അത് ചെലവഴിക്കരുത്. വലാ തുഹ്മിൽ നഫ്സക്, നിന്റെ കാര്യത്തിൽ നീ ഒരു അലംഭാവം കാണിക്കരുത്. വഅവ്വിദ്ഹാ അശ്റഫ മാ യകൂനു മിനൽ അമലി വഅഹ്സനഹു, ഏറ്റവും ഉത്തമമായ കർമ്മങ്ങളിൽ നീ മുഴുകണം. വബഅസ് ഇലാ സുൻദൂഖിൽ ഖബർ, നീ ഖബറിടങ്ങളിലേക്ക് പോകണം. മാ യസുറുക യൗമൽ വുസൂലി ഇലൈഹി കമാ ഖീൽ, അത് നിനക്ക് അല്ലാഹുവിൽ എത്തിച്ചേരുന്നതിൽ എന്താണ് ഉണ്ടാകേണ്ടത് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന അതിനേക്ക് ഒരു പ്രേരണ നൽകും. എന്നിട്ട് ഒരു കവി പറഞ്ഞതുപോലെ, യാ മൻ ബിദ്ദുനിയാഹു ഇഷ്തഗൽ, ദുനിയാവ് തിരക്കിലാക്കിയവനെ, വഗറഹു തൂലുൽ അമൽ, അമിതമായ പ്രതീക്ഷ നിന്നെ കബളിപ്പിക്കുന്നു. അൽ മൗതു യഅതി ബഗ്തതൻ, മരണം പെട്ടെന്നാണ് വന്നെത്തുക. വൽ ഖബറു സുൻദൂഖുൽ അമൽ, ഖബർ എന്നുള്ളത് കർമ്മങ്ങളുടെ ഖജനാവാണ്. അഥവാ ഖബറിൽ പോയി സന്ദർശിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. വറാഇ അവാഖ്, അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ഖബറിൽ കർമ്മങ്ങളെ ഉണ്ടാവുകയുള്ളൂ, രണ്ടർത്ഥമായിരിക്കാം. വറാഇ അവാഖിബൽ ഉമൂരി യഹുൻ അലൈക അസ്സബ്ർ അൻ കുല്ലി മാ തശ്തഹി വമാ തക്റഹ്, നീ ഏതൊരു കാര്യത്തിന്റെയും അവസാനം എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നീ ഇച്ഛിക്കുന്നതാവട്ടെ നീ വെറുക്കുന്നതാവട്ടെ, രണ്ട് ക്ഷമ എന്തിനു വേണം? നന്മ ചെയ്യാനും ക്ഷമ വേണം, തിന്മ ഒഴിവാകാനും ക്ഷമ വേണം. എന്ത് ക്ഷമയാണെങ്കിലും അതിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ക്ഷമ എളുപ്പമായിരിക്കും. ഒരു തിന്മ ചെയ്യാൻ പോകി, ആ തിന്മ ചെയ്താൽ അവസാനം എന്താണ്? ശിക്ഷയായിരിക്കും. അത് ആലോചിച്ചു കഴിഞ്ഞാൽ തിന്മയെന്ന് വിടവാങ്ങാൻ ക്ഷമ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവനൊരു മുസീബത്ത് ബാധിച്ചു, അതിലവൻ അവന്റെ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഉള്ള അവസ്ഥ അവൻ ആലോചിക്കുകയാണ്. ക്ഷമിച്ചാലുണ്ടാകുന്ന ആലോചിച്ചു കഴിഞ്ഞാൽ അവന് ക്ഷമ എളുപ്പത്തിൽ സാധിക്കും. എല്ലാത്തിന്റെയും പര്യവസാനം ആലോചിച്ചാൽ ക്ഷമ നിനക്ക് എളുപ്പമായിരിക്കും. വഇൻ വജദ്ത മിൻ നഫ്സിക ഗഫ്ലതൻ, നീ അശ്രദ്ധയിലാണെന്ന് നിനക്ക് തോന്നിയാൽ, നീ മനസ്സിലാക്കിയാൽ, ഫഹ്മിൽഹാ ഇലൽ മഖാബിർ വദക്കിർഹാ ഖുർബർ റഹീൽ, നീ ഖബറിടത്തിലേക്ക് പോവുക. എന്നിട്ട് നിന്റെ നഫ്സിനെ നീ ഓർമ്മിപ്പിക്കുക, പോവാനായിട്ടുണ്ട്.
നീ അശ്രദ്ധമായിട്ട് ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രം മുഴുകുക നിനക്ക് തോന്നിയാൽ നേരെ മഖ്ബറയിലേക്ക് പോവുക, സ്വന്തത്തെ താക്കീത് ചെയ്യുക. നിനക്ക് പോകാൻ സമയമായിട്ടുണ്ട്. വദബ്ബിർ അംറക വല്ലാഹുൽ മുദബ്ബിർ, നിന്റെ കാര്യങ്ങൾ നീ ഒരു അടുക്കും ചിട്ടയിലും ചെയ്യുക. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഒരുക്കുന്നത്. ഫീ ഇൻഫാഖിക മിൻ ഗൈരി തബ്ദീർ, നീ ചെലവാക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവാക്കാൻ പാടില്ല. നിന്റെ വരുമാനം അനാവശ്യമായി നീ ചെലവാക്കരുത്. ലിഅല്ലാ തഹ്താജ ഇലന്നാസ്, പിന്നെ ജനങ്ങളിലേക്ക് ആവശ്യക്കാരനായി പോകുന്ന രീതിയിൽ പണം നീ ദൂർത്തടിക്കരുത്. ഫഇന്ന ഹിഫ്വൽ മാലി മിനദ്ദീൻ, സമ്പത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ദീനിൽപ്പെട്ടതാണ്. അതായത് ദീനിന്റെ മഖാസിദു ശരിയ എന്ന് പറയും. ദീനിന്റെ നിയമങ്ങളെല്ലാം നിലനിൽക്കുന്ന 5 മഖ്സദുകൾ കൊണ്ടാണ്. അതെന്തൊക്കെയാണ്? പിന്നെ ഹിഫ്ദുദ്ദീൻ, ഹിഫ്ദുൽ അഖ്ൽ, ഹിഫ്ദുൽ മാൽ, ഹിഫ്ദുൽ അർദ്, ഹിഫ്ദുൻ നഫ്സ്. ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? ഹിഫ്ദുൽ മാൽ എന്നുള്ളത്. അതവിടെ പറഞ്ഞത് സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാന ഖായിദയിൽപ്പെട്ട കാര്യമാണ്. വലൻ തുഖല്ലിഫ ലിവറസതിക ഖൈറുൻ മിൻ അൻ തഹ്താജ് ഇലന്നാസ്, നിന്റെ അനന്തരാവകാശികൾക്ക് നീ എന്തെങ്കിലും വിട്ടേച്ചു പോകലാണ് അവർ ജനങ്ങളോട് പിച്ച നിണ്ടെന്ന ആവശ്യക്കാരാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് നീ സമ്പത്ത് എന്ത് ചെയ്യണം? നിന്റെ അനന്തരാവശ്യം ഉപകരിക്കുന്ന രീതിയിൽ നീ അനാവശ്യമായി ചെലവഴിക്കാതെ നീ എടുത്തു വെക്കണം, കാത്തു സൂക്ഷിക്കണം. എന്റെ അവസാനത്തിൽ മകനോട് പറയുകയാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്, യാ ബുനയ്യ, മകനെ, വഅലം, നീ അറിയണം, അന്നനാ മിൻ ഔലാദി അബീ ബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താനങ്ങളാണ്. പരമ്പര അവിടുന്നാണ് വരുന്നത്. വഅബൂന അൽ ഖാസിം, നമ്മുടെ ഉപ്പ അൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. നിസ്ബ പറയാണ്, തന്റെ തലമുറ പറഞ്ഞു കൊടുക്കാൻ മകന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇന്ന കുടുംബത്തിൽ നിന്നുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളവരാണെന്ന് അറിയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മക്കളാണ് നമ്മൾ. വഖ്ബാറുഹു മുവസ്സഖത്തുൻ ഫി കിതാബി സിഫത്തുസ് സഫ, ഇവരുടെ എല്ലാം ചരിത്രം സിഫത്തുസ് സഫയിലുണ്ട്. ثم تشاغل سلفنا بالتجارة والبيع والشراء, പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മക്കളായിട്ടുള്ള പിന്നീട് തലമുറക്കാർ അവർ കച്ചവടത്തിലും അതുപോലുള്ള വിഷയത്തിലും മുഴുകിപ്പോയി. فما كان في المتأخرين من رزق همة في طلب العلم غيري, ഞാൻ എന്നെ പോലെ തൊലബിൽ ഇൽമിനോട് താല്പര്യമുണ്ടായിരുന്ന വേറൊരാളും നമ്മുടെ തലമുറയിൽ ഉണ്ടായിട്ടില്ല. ഞാനല്ലാതെ മുൻപുള്ളവരാരും വലിയ പണ്ഡിതന്മാരായിട്ട് മാറിയിട്ടില്ല. വഖദ് ആലൽ അംറു ഇലൈക്, ദാ ഇപ്പോ നിനക്ക് കിട്ടിയ അവസരമാണ്. ഇപ്പോ നമ്മുടെ ഈ തലമുറയിലുള്ളത് നിനക്ക് എത്തിയിരിക്കുകയാണ്. ഫജ്തഹിദ്, നീ പരിശ്രമിക്കുക. അല്ലാ തുഖയ്യിബ വന്നി ഫീമാ റജൗതുഹു ഫീക വലക്, നിനക്ക് വേണ്ടി നിന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ ചിന്തകൾ, എന്റെ ആഗ്രഹങ്ങൾ അത് നശിക്കാത്ത രീതിയിൽ നീ എന്തു ചെയ്യുക? പരിശ്രമിക്കുക. വഖദ് അസ്ലംതു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, ഞാനിതാ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ നിന്റെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. വയ്യാഹു അസ്അലു അൻ യുവഫ്ഫിഖക ലിൽ ഇൽമി വൽ അമൽ, ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്ന അള്ളാഹുവിനോട് എന്ന് ഞാൻ നിനക്ക് വേണ്ടി തേടുകയാണ്. അള്ളാഹുവിനോട് നിനക്ക് ഇൽമും അമലും അതിന് തൗഫീഖ് നൽകാൻ. വഹാദാ ഖദ്റു ഇജ്തിഹാദി, എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധിയാണത്. ഫീ വസിയ്യത്തി, എന്റെ വസിയ്യത്തിൽ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. വൽഹംദുലില്ലാഹി മസീദൽ ഹാമിദീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇത് 3-4 ദർസുകളിലായിട്ട് വിശദീകരിക്കേണ്ട ഓരോ വാക്കിനും ആയത്തുകളും ഹദീസുകളും തെളിവായി കൊടുക്കാൻ പറ്റുന്ന ഒരു റിസാലയാണ്. നമ്മൾ ഇതിന്റെ ആശയം അറിയുക എന്നുള്ളത് വായിച്ചു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വായിച്ചത്. ഇതോരോരുത്തരും നമ്മുടെ സ്വന്തത്തിനോടുള്ള ഒരു നസീഹത്തായിട്ട് എടുക്കുക. പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഇൽമിനു വേണ്ടി തൗഫീഖ് ചെറുപ്പത്തിൽ നൽകപ്പെട്ടിട്ടുള്ളവർ, അവർ ഗൗരവത്തിൽ ഈ നസീഹത്തുകൾ സ്വീകരിക്കുക. ഇൽമിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുക. അതിനേക്കാൾ വലിയൊരു ഖൈർ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കില്ല. സമ്പത്തിനേക്കാൾ എത്രയോ ഉത്തമമാണ് അറിവ് എന്നുള്ളത്, എത്രയോ ഉത്തമമാണ് അറിവ് എന്നുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്തായിട്ടുള്ള ഇൽമിനെ നേടിയെടുക്കാൻ നമുക്ക് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുക, തഖ്വ മുറുകെ പിടിക്കുക, പാപങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക. ഈ നസീഹത്തുകൾ ഒന്നെങ്കിൽ ഇത് കേട്ട് പകർത്തുന്ന മകനെ പോലെ, അല്ലെങ്കിൽ ഇത് എഴുതാൻ സാധിക്കുന്ന ഒരു ഉപ്പയെ പോലെ ആവാൻ നാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അള്ളാഹു ഇത് എഴുതിയ ഇബ്നുൽ ജൗസി റഹിമഹുള്ളാഹിക്ക് അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുകയും നമ്മയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം ശിഷ്യന്മാരോട് പറയും, ഇങ്ങനെ അദ്ദേഹം ധാരാളം വാള് നടത്തുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഒരു മജ്ലിസിൽ നിങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുക, നാളെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ അവിടെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പറയണം, ഞാൻ നിങ്ങളെ അള്ളാഹിനെ പറ്റി ഓർപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന്
ഇബ്നു ജൗസി റഹിമഹുല്ലാ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم استغفروه إنه هو الغفور الرحيم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. إن شاء الله ഷാജുസ്താന്റെ ഇന്നലെ എടുത്തതിന്റെ ബാക്കി ദർസുകൾ ഉണ്ടാവും. മഗ്‌രിബിന് ശേഷമുണ്ട്. തീർന്നിട്ടില്ലെങ്കിൽ ഇശാന് ശേഷം കുറച്ച് നേരം കൂടി ഉണ്ടാവും. എല്ലാവരും പൂർണ്ണമായിരിക്കാൻ ശ്രദ്ധിക്കുക.